DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളെല്ലാം നാളെ മുതൽ അറിയേണ്ട ഏറ്റവും പുതിയ റേഷൻ അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. അതിനാൽ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡ് ഉള്ളവരെല്ലാം വീഡിയോ പൂർണ്ണമായും കാണുക. ആദ്യത്തെ അറിയിപ്പ്, റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന അരിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ള പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയെന്ന സന്തോഷ വാർത്തയാണ്. പച്ചരിയിലും പുഴുക്കലരിയിലും അനുവദനീയമായ നുറുങ്ങിയ അരിയുടെ അളവ് കുറച്ചു. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിലൂടെ വിതരണം ചെയ്യുന്ന പച്ചരിയിൽ നുറുങ്ങിയ അരിയുടെ അളവ് 25% വരെ ആയിരുന്നത് 10%ആയാണ് കുറച്ചത്. പുഴുക്കലരിയിൽ ഇത് 16%-ൽ നിന്ന് 6%-ആയി കുറച്ചു. 30 വർഷത്തിനിടയിൽ ആദ്യമായാണ് റേഷൻ അരിയുടെ ഗുണനിലവാര സൂചിക പരിഷ്കരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. ഈ രീതിയിലുള്ള മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ള അരിയുടെ സംഭരണം ഉടനെ ആരംഭിക്കുകയും അടുത്ത ഖരീഫ് സീസൺ മുതൽ പദ്ധതി ഘട്ടം ഘട്ടമായി ആരംഭിക്കുകയും ചെയ്യും. അരിമില്ലിൽ ഉണ്ടാകുന്ന നുറുക്കരിയിൽ ഏറിയ പങ്കും ഇനി എഥനോൾ ഉൽപാദനത്തിനും കാലിത്തീറ്റ നിർമ്മാണത്തിനും ഉപയോഗിക്കും. വിതരണ ശൃംഖലയിലെ ഓരോ ചാക്കരിയും എവിടെ എത്തുന്നു എന്നറിയുന്നതിന് അരിച്ചാക്കുകൾക്ക് QR കോഡ് സംവിധാനവും ഏർപ്പെടുത്തും. അപ്പോൾ മില്ലുകളിൽ ഉണ്ടാകുന്ന മോശപ്പെട്ട അരികളൊക്കെ ഇനി പെട്രോളിൽ ചേർക്കുന്ന എഥനോൾ ഉൽപാദനത്തിന് ഉപയോഗിക്കുകയും റേഷൻ വിതരണത്തിന് കൂടുതൽ ഗുണമേന്മയുള്ള അരി എത്തിച്ചേരുകയും ചെയ്യുമെന്നത് റേഷൻ അരി വാങ്ങുന്നവർക്ക് വലിയൊരു ആശ്വാസ വാർത്ത തന്നെയാണ്. അടുത്ത അറിയിപ്പ്, ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിനുള്ള മണ്ണെണ്ണ വിഹിതത്തിൽ 1570 കിലോ ലിറ്റർ അഥവാ 15.7 ലക്ഷം ലിറ്റർ കേന്ദ്ര സർക്കാർ കുറവ് വരുത്തി. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ കാരണമാണിതെന്നാണ് സൂചന. ഏപ്രിൽ മുതൽ ജൂൺ വരെ 5676 കിലോ ലിറ്റർ വിഹിതം ഉണ്ടായിരുന്നത് 4166 കിലോ ലിറ്ററായി കുറച്ചിരുന്നു. ഇതിൽ തന്നെ 912 കിലോ ലിറ്റർ മത്സ്യബന്ധനം, ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക വിഹിതം എന്നിവയ്ക്കായി കേന്ദ്രം നിശ്ചയിച്ചതിനാൽ കാർഡുടമകൾക്കെല്ലാം മണ്ണെണ്ണ ലഭിച്ചില്ല. സംസ്ഥാനത്ത് 95 ലക്ഷത്തോളം റേഷൻ കാർഡ് ഉടമകളാണുള്ളത്. മഞ്ഞ കാർഡുകാർക്ക് 1 ലിറ്ററും മറ്റുള്ളവർക്ക് 1/2 ലിറ്ററും ലഭ്യതയ്ക്കനുസരിച്ച് നൽകാനാണ് പൊതുവിതരണ വകുപ്പിന്റെ തീരുമാനം. ഇനി ഓണം, കാലവർഷം, വൈദ്യുതി പ്രതിസന്ധി തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞ് അധിക വിഹിതത്തിനായി അടുത്ത പാദത്തിൽ ആവശ്യപ്പെട്ടാൽ മാത്രമേ കേരളത്തിന് ആവശ്യത്തിന് മണ്ണെണ്ണ വിതരണം ചെയ്യാനാകൂ. അടുത്തറിയിപ്പ്, നീലവെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് BPL പിങ്ക് റേഷൻ കാർഡിന് അർഹതയുള്ളവർക്ക് കാർഡ് തരം മാറ്റി നൽകുന്നതിനുള്ള അപേക്ഷ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 17 വെള്ളിയാഴ്ച വരെ നീലവെള്ള റേഷൻ കാർഡ് അവരുടെ കാർഡ് പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതിനായി അപേക്ഷിക്കാം. കാർഡിലെ ഏതെങ്കിലും അംഗം സർക്കാർ, പൊതുമേഖലാ, സഹകരണ മേഖലാ ജീവനക്കാർ ആയിരിക്കരുത്. ആദായ നികുതി അടക്കുന്നവർ ഉണ്ടാകരുത്. സർവീസ് പെൻഷനർ ഉണ്ടാകരുത്. വാർഷിക വരുമാനം 3 ലക്ഷം, അതായത് മാസം 25,000 രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർ ആകരുത്. 1000 സ്ക്വയർ ഫീറ്റിലധികം വരുന്ന ആധുനിക വാർക്ക വീട്, സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന 4 ചക്ര വാഹനങ്ങൾ, ST വിഭാഗക്കാർ ഒഴിച്ച് 1 ഏക്കറിലധികം ഭൂമിയുള്ളവർ, ഇങ്ങനെയുള്ളവർ കാർഡിലുണ്ടെങ്കിൽ പിങ്ക് കാർഡിന് അപേക്ഷിക്കാൻ പറ്റില്ല. അടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി ഓൺലൈനായോ അപേക്ഷ സമർപ്പിക്കാം. അതിനിടെ സംസ്ഥാനത്ത് BPL റേഷൻ കാർഡ് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ കൂടുതൽ ഇളവുകൾ വരുത്താൻ പോവുകയാണ്. നിലവിലെ 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്നതിന് പകരം 1200 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീട്, 800 CC വരെയുള്ള കാർ ഉൾപ്പെടെയുള്ള 4 ചക്ര സ്വകാര്യ വാഹനം, കൃഷിയോഗ്യമല്ലാത്ത, മറ്റു തരത്തിൽ ഉപയോഗിക്കാനാവാത്ത 1 ഏക്കറിലേറെ ഭൂമി എന്നിവയുണ്ടെങ്കിലും മുൻഗണനാ കാർഡ് നൽകുന്നതിനുള്ള ഇളവുകളാണ് സർക്കാർ ഇപ്പോൾ അനുവദിക്കാനായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജൂലൈ 17 വരെ അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ പുതിയ ഇളവുകളുടെ ഉത്തരവ് വരുവാൻ സാധ്യതയില്ല. തുടർന്ന് വരുന്ന ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുമ്പോൾ മിക്കവാറും പുതിയ ഇളവുകൾ അനുസരിച്ച് കൂടുതൽ പേർക്ക് BPL കാർഡിനായി അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അടുത്ത അറിയിപ്പ്, ഈ മാസം അവസാനം വരെയാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഉള്ളത്. അതിനാൽ ഈ കാലയളവിലേക്ക് സംസ്ഥാനത്തെ മത്സ്യബന്ധന തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ ലഭിക്കുന്നതാണ്. ജൂലൈ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് സജീവമായിട്ടുണ്ട്. നീല റേഷൻ കാർഡിന് ഈ മാസം സാധാരണ ലഭിക്കുന്ന അരിക്ക് പുറമെ 3 കിലോ ഗോതമ്പ് കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിൽ ലഭിക്കും. ഗോതമ്പിന് പുറമെ നീലക്കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. എന്നാൽ വെള്ള റേഷൻ കാർഡിന് ഗോതമ്പ് വിഹിതമില്ല. വെള്ളക്കാർഡിന് ജൂലൈ മാസം 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും കാർഡിന് 4 കിലോ വരെ ആട്ട 17 രൂപ നിരക്കിലുമാണ് ലഭിക്കുക. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകാർക്ക് പതിവ് വിഹിതങ്ങൾ തന്നെയാണ് ലഭിക്കുക. പ്രധാനപ്പെട്ട ഈ ഒരു റേഷൻ അറിയിപ്പുകൾ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.